മത്തായി 9:13 യേശു പറയുന്നു, ഈ യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇന്നത്തെ ലോകം മതാചാരങ്ങളിലും പുറമൊഴിയിലും നിറഞ്ഞിരിക്കുന്നു. ആരാധനകളും ചടങ്ങുകളും ഭക്തിയുടെ രൂപങ്ങളും നമുക്ക് കാണാം. പക്ഷേ യേശു നമ്മോട് ചോദിക്കുന്നത് മറ്റൊന്നാണ്: നമ്മുടെ ഹൃദയം എവിടെയാണ്? പരീശന്മാർ നിയമം കർശനമായി പാലിച്ചു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ കരുണ കുറവായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ യാഗമല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നും അതേ അവസ്ഥയാണ്. നാം പ്രാർത്ഥിക്കുന്നു, പക്ഷേ ക്ഷമിക്കാത്ത ഹൃദയത്തോടെ. നാം സഭയിൽ പോകുന്നു, പക്ഷേ സഹോദരനെ നിരസിക്കുന്നു. നാം ദാനം ചെയ്യുന്നു, പക്ഷേ ദരിദ്രന്റെ വേദന മനസ്സിലാക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചടങ്ങുകളെക്കാളും വലിയൊരു കാര്യം: കരുണ നിറഞ്ഞ ഹൃദയം. ഇന്നത്തെ സമൂഹത്തിൽ ന്യായവിധിയും വിമർശനവും അധികമാണ്. കരുണയും സഹാനുഭൂതിയും കുറവാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു തെറ്റ് കണ്ടാൽ ഉടൻ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഒരാളെ ഉയർത്താൻ ശ്രമിക്കുന്നവരാരുണ്ട്? യേശു പാപികളോട് കൂടെയിരുന്നു, രോഗികളെ സ്പർശിച്ചു, നിരസിക്കപ്പെട്ടവരെ സ്വീകരിച്ചു. അവൻ മതാചാരങ്ങളെക്കാൾ മനുഷ്യരുടെ ആത്മാവിനെ വിലമതിച്ചു. സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമ്മോടും ചോദിക്കുന്നു, നിന്റെ ആരാധനയോ അല്ലെങ്കിൽ നിന്റെ കരുണയോ? നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ കരുണ കാണിക്കാം, ക്ഷമിക്കാം, സഹായിക്കാം. ന്യായവിധിക്ക് പകരം സ്നേഹം നൽകാം. ദൈവം ആഗ്രഹിക്കുന്നത് ചടങ്ങുകൾ മാത്രമല്ല, കരുണയുള്ള ഹൃദയമാണ്. ഇന്നത്തെ ലോകം യാഗങ്ങളെക്കാൾ കരുണയെ ആഗ്രഹിക്കുന്നു. നമ്മൾ കരുണയുടെ ഉപകരണങ്ങളായി മാറട്ടെ.